നമ്മൾ കെ പി ഓനാനെ കുറിച്ചാണ് പറഞ്ഞത്. കെ പി ഓനാൻ്റെ ഈ വീഴ്ചയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പിന്മാറ്റത്തിൽ അച്ഛന് ഭയങ്കര ഹൃദയവേദന ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്നെ ദൈവം കാണിച്ചു നേരത്തെ തന്നെ. ഇങ്ങനെ ഞാൻ അമേരിക്കയിൽ ചെന്ന സമയത്ത് സാം ജോർജിനെ കൂടെ കൂട്ടിക്കൊണ്ട് അവരുടെ ഓഫീസിൽ പോയി. അവിടുത്തെ ഡാളസിലെ ഓഫീസിൽ ചെന്നു. വലിയ സന്തോഷമായിട്ട് സ്വീകരിച്ചു. എനിക്ക് പ്രൈവറ്റായിട്ട് ചില കാര്യം പറയാനുണ്ട്, സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സാം ജോർജ് ഇറങ്ങി വെളിയിൽ പോയി. പുള്ളി ഞാനും കൂടെ ഞാൻ പറഞ്ഞു പായുണ്ട് എടുത്തിടാൻ പറഞ്ഞു. ഒരു പായ ഉണ്ടായിരുന്നു, പായയിലിരുന്നു. ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവം ഒരു കാഴ്ച എന്നെ കാണിക്കുന്നുണ്ട്, അത് പറയാനായിട്ട് എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമമുണ്ട്, എന്നാലും പറഞ്ഞേ ഒക്കത്തുള്ളൂ. ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശത്തിലല്ല നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ പുറകോട്ട് മാറി പോവുകയാണ്. അത് നിങ്ങളോട് പറയണം. ഇതിന് ഇപ്പം ചെയ്യുന്ന രീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ പണം പിരിച്ച് ആളുകളെ സഹായിക്കുന്ന രീതിക്ക് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമല്ല ദൈവത്തിനുള്ളത്. പുള്ളി അച്ഛനാകാനായിട്ട് ബിഷപ്പായ സമയത്തൊന്നും അല്ല, അതിനൊക്കെ മുമ്പാണ് പുള്ളി അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു അച്ഛനാക്കിയ കെ ജെ സാമുവൽ ബിഷപ്പിനോട്. കെ സാമുവലിൻ്റെ ബ്രദർ പുള്ളിയുടെ ജോലിക്കാരനായിരുന്നു, ജോസഫ് സാറ്, തിരുവനന്തപുരത്ത് റിട്ടയർഡ് IAS. അതെ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതൊന്നും അറിയുന്നില്ല. ഞാൻ മുറിച്ചു പറഞ്ഞു. പുള്ളി കരഞ്ഞു. പുള്ളി കണ്ണുനീര് വന്നു. ഞാനും കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞു. ഇതല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് വരണം. നിങ്ങൾ ഒരു ബിഷപ്പിൻ്റെ പറഞ്ഞില്ല, ഒരു സഭ നടത്തിപ്പുകാരനോ ഒരു സഭ ഉണ്ടാക്കുന്ന ആളുമായിട്ടല്ല. ഇപ്പോഴുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ കരങ്ങളിൽ പണം തന്നിരിക്കുക. അത് കൂടുതൽ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കരുത്. പുള്ളി വലിയ സന്തോഷമായിട്ട് ഒരു ചെക്കൊക്കെ തന്നു, വിട്ടു. അത് പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് അധികം അടുത്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ ഇത് കിട്ടുന്ന പറഞ്ഞാൽ എന്നെ പ്രത്യേകം വിളിച്ചു, ഞാൻ ചെല്ലണമെന്നും പറഞ്ഞു. പട്ടം കിട്ടുമ്പോൾ കോൺസിഗ്രേഷൻ ആദ്യം നോർത്ത് ഇന്ത്യ വെച്ച് കണ്ട് നടത്താനാണ്, നാഗപ്പൂരിൽ. അതിനുള്ള ടിക്കറ്റും എല്ലാം തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്ന പുള്ളിയുടെ കൺവെൻഷൻ എന്നെ വിളിച്ചു കൊടുത്തേ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് എന്തോ ബന്ധുക്കോസുകാർ വിചാരിക്കുകയെന്ന് ചോദിച്ചു അദ്ദേഹത്തെക്കുറിച്ച്. ഞാൻ നിങ്ങളൊരു വിശ്വാസത്യാഗിയാണ്, വിശ്വാസം തള്ളിക്കളഞ്ഞവനായിട്ട് ചിന്തിക്കുന്നു പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര ഷോക്കായി. പുള്ളി ഫോൺ കട്ട് ചെയ്തു. അതാ ലാസ്റ്റ്. പിന്നെ ഞങ്ങൾ തമ്മിൽ വിളിച്ചിട്ടില്ല. സങ്കടകരമായ ഒരു അന്ത്യം, ദുരന്തമായി പോയി അല്ലേ? ദുരന്തമായി, വിശ്വാസത്തിലെ ഒരു ദുരന്തമായി. നമുക്കൊരിക്കലും മുമ്പിൽ കാണിക്കത്തക്കവണ്ണം ദൈവം അത് കാണിച്ചു കൊടുത്തു. എല്ലാ സഭകളും എല്ലാ ബിഷപ്സും നവീകരണത്തിലോട്ട് വരാനാണ് ആഗ്രഹിച്ചു, മുന്നോട്ടാണ് നടന്നത്. അദ്ദേഹം മാത്രം റിവേഴ്സിൽ നടന്നു. ഞാൻ പുള്ളിയോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അച്ഛനെ പുറകോട്ട് നടന്ന ബിഷപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നേരെ തിരിച്ചാണ്. എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോൾ അച്ഛൻ നേരെ തിരിച്ചു. പ്രത്യാശയില്ലാത്ത ഒരു ജീവിതത്തിലോട്ട് പോയി പുള്ളി. അതാണ് ഏറ്റവും വലിയ നമ്മുടെ എല്ലാം നല്ല സ്നേഹിതനും ഇന്ത്യയിലെ മിഷൻസിന് ഭയങ്കരമായ കോൺട്രിബ്യൂട്ട് ചെയ്തയാളും. ആവേശത്തോടല്ലാതെ വികാരവായ്പോടല്ലാതെ പഴയ കേൾപ്പിച്ചാനെ നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് എത്രയോ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മളോടൊക്കെ സംസാരിച്ച എത്രയോ ഒരാളോട് പോലും പുള്ളി ഹൃദയം തുറന്ന് സംസാരിച്ചിട്ടുമില്ല. പക്ഷേ നമുക്ക് പോലും പുള്ളിയെ ഉപദേശിച്ച് നിർത്താൻ പറ്റാതെ വന്നു. അവിടെ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ക്രിസ്ത്യൻ ലീഡേഴ്സിന് ഇത് കൊടുത്തു, അവസരം കൊടുത്തു. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻ ലീഡേഴ്സ് എല്ലാം ചെന്നു. പുള്ളിയെ സെക്യൂരിറ്റി തടഞ്ഞു, കയറ്റിയില്ല. പുള്ളിയെ മാത്രം കയറ്റിയില്ല, ബാക്കി എല്ലാവരും കയറ്റി. അവിടെയാണ് പുള്ളിക്ക് ഷോക്ക് ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഡ്രസ് കോഡ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഇതില്ല, ഡ്രസ് കോഡും ഇല്ല. പുള്ളി ഒന്നിൻ്റെയും ബിഷപ്പും അല്ലൊന്നും അല്ലല്ലോ ഒരുത്തൻ. അന്ന് പുള്ളിക്ക് ഇതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാലം. അതുകൊണ്ടാണ് ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ നിരണ സഭയിലെ വിശ്വാസിയായിരുന്നു. ഒരു ചർച്ച് വാങ്ങിച്ചു കൊടുത്ത ആളാണ്, പണിയിച്ചു കൊടുത്ത ആളാണ്. തിരുവല്ല സെൻട്രലിൽ അച്ഛൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തയാളാണ് കെ പി ചായന്.
അങ്ങനെ ഒരു പശ്ചാത്തലം, പെന്തിക്കോസ് പശ്ചാത്തലം, IPC പശ്ചാത്തലം ഉണ്ടെന്ന് പലർക്കും അറിയത്തുപോലുമില്ല. OM-നെ കുറിച്ച് പറയാൻ മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. അച്ഛൻ ശ്രമിച്ചായിരുന്ന പുള്ളിയെ പെന്തിക്കോസിൻ്റെ IPCയുടെ ഒരു ലീഡർഷിപ്പ് നിർത്താൻ പറ്റത്തില്ലായിരുന്നു? അല്ല, പുള്ളിക്ക് എതിരായിട്ടുള്ള കക്ഷികളുണ്ടല്ലോ, നമുക്കതുകൊണ്ട് ഡയറക്റ്റായിട്ടൊന്നും ചെയ്യാനൊക്കെയില്ല, ഇൻഡയറക്റ്റായിട്ട് കൊണ്ടുവരായിരുന്നു. പുള്ളി പക്ഷേ ഇലക്ഷനിൽ കൂടി വരാൻ പുള്ളിക്ക് ഭയവുമായിരുന്നു അല്ലേ? നോമിനേഷനാണ് ഒക്കെ എന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വരാം. അങ്ങനെ ഇത്ര ജനാധിപത്യ അടിത്തറയുള്ള ഒരു സഭയിൽ ഒക്കത്തുമില്ലല്ലോ. പ്രാർത്ഥിക്കുകയും പാടുകയും അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും പ്രവചനം പറയുകയൊക്കെ ചെയ്ത ആ കേൾപ്പിച്ചാൻ ഇന്ന് സ്പിരിറ്റിസത്തിലാണ് അവസാനമായിട്ട് ചെന്ന് നിന്നത്. മരിച്ചുപോയ അമ്മയോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം, അമ്മ വെളിപ്പെടുകയൊക്കെ ചെയ്ത ഒരു ഇതിലോട്ടാണ് പോയത്. അല്ല, കേൾപ്പിച്ചാന് അല്ല, ബിഷപ്പ് KP യോഹന്നാനോട് അല്ല ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്ന തരത്തിലേക്ക് ആ സഭ അത് പതിച്ചു. ആലോചിച്ചു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.